ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലേസർ ഹൈബ്രിഡ് വെൽഡിങ്ങിനെ പറ്റിയാണ്. നമുക്കറിയാം, വെൽഡിംഗ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെൽഡിങ്ങിൻ്റെ പല ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ വെൽഡിങ്ങിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഫ്യൂഷൻ വെൽഡിംഗ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്നാണ്. ഇതാണ് വെൽഡിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യാം. ഫ്യൂഷൻ വെൽഡിങ്ങിൽ തന്നെ പലതരമുണ്ട്. ആർക്ക് വെൽഡിംഗ് ഉണ്ട്, റെസിസ്റ്റൻസ് വെൽഡിംഗ് ഉണ്ട്, ഓക്സി ഫ്യൂവൽ വെൽഡിംഗ് ഉണ്ട്. അങ്ങനെ വീണ്ടും പലതായിട്ട് കാറ്റഗറി ചെയ്യാം. ഈ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിൽ തന്നെ ഡിഫ്യൂഷൻ വെൽഡിംഗ് ഉണ്ട്, ഫോർജ് വെൽഡിംഗ് ഉണ്ട്. അങ്ങനെ പലതരത്തിലെ സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ് വെൽഡിംഗ്. അതിൻ്റെ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഫ്യൂഷൻ വെൽഡിംഗ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ്. ആ ഫ്യൂഷൻ വെൽഡിങ്ങും സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങും നമ്മൾ വീണ്ടും പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും ഈ ഓരോ പ്രോസസ്സിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പം വെൽഡിംഗ് എന്ന് പറഞ്ഞ് ഇൻഡസ്ട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് കുറച്ച് അഡ്വാൻറ്റേജസ് കൂട്ടാൻ നോക്കണം. അങ്ങനെ അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു മോഡേൺ ഫോം ഓഫ് വെൽഡിംഗ് ആണ് ലേസർ ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ലേസർ ഹൈബ്രിഡ് വെൽഡിംഗ്? ആ പേര് തന്നെ ഉണ്ട്, ഹൈബ്രിഡ് വെൽഡിംഗ്. അതായത് രണ്ട് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ലേസർ ഹൈബ്രിഡ് വെൽഡിംഗ് നമ്മൾ കോമൺ ആയിട്ട് ഹൈബ്രിഡ് വെൽഡിംഗ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത് രണ്ട് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഹൈബ്രിഡ് വെൽഡിങ്ങിൽ നമ്മൾ എടുക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലേസർ ബീം വെൽഡിംഗ് പ്ലസ് ആർക്ക് വെൽഡിംഗ്. അപ്പോൾ ലേസർ ബീം വെൽഡിങ്ങിൻ്റെയും ആർക്ക് വെൽഡിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലേസർ ബീം വെൽഡിങ്ങോ അല്ലെങ്കിൽ ആർക്ക് വെൽഡിങ്ങോ ഒറ്റയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിരിക്കും ഇത് രണ്ടും ഒരുമിച്ച് ഒന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ആർക്ക് വെൽഡിങ് യൂസ് ചെയ്യുന്നു, അതിനുശേഷം ലേസർ ബീം യൂസ് ചെയ്യുക എന്നല്ല. ഈ രണ്ട് വെൽഡിങ്ങും ഒരേ മെറ്റലിൽ ഒരേ സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആണ് കമ്പൈനിങ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ബോത്ത് ലേസർ ആൻഡ് ആർക്ക് വെൽഡിംഗ്. ഇതാണ് ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വെൽഡിങ്ങിലെ ഒരു മോഡേൺ ഫോം ലേസർ ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലേസർ ബീം വെൽഡിങ്ങും ആർക്ക് വെൽഡിങ്ങുമാണ്. ഈ രണ്ട് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലേസർ ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത് ലേസർ ബീമിൻ്റെയും ആർക്ക് വെൽഡിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞല്ലോ. അതിൽ തന്നെ ഈ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ തിഗ് വെൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മിഗ് വെൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് ആയിരിക്കാം. ഈ മൂന്ന് കോമ്പിനേഷനും നമുക്ക് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ലേസർ ഹൈബ്രിഡ് വെൽഡിംഗ്, അതായത് സിംപിളി ഹൈബ്രിഡ് വെൽഡിങ്ങിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ലേസർ പ്ലസ് തിഗിൻ്റെ കോമ്പിനേഷനുണ്ട്, ലേസർ പ്ലസ് മിഗിൻ്റെ കോമ്പിനേഷനുണ്ട്, അതുപോലെ തന്നെ ലേസർ പ്ലസ് പ്ലാസ്മയുടെ കോമ്പിനേഷനുണ്ട്. ഇതിൽ ലേസർ പ്ലസ് തിഗിൻ്റെ കോമ്പിനേഷനാണ് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹൈബ്രിഡ് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലേസർ പ്ലസ് മിഗ് വെൽഡിങ്ങിൻ്റെ കോമ്പിനേഷനാണ് ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ. അപ്പോൾ ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിംപിളി രണ്ട് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ പ്രിൻസിപ്പിളിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരേ ടൈമിൽ യൂസ് ചെയ്യുക. അപ്പോൾ ലേസർ ഹൈബ്രിഡ് വെൽഡിംഗ്, സിംപിളി കോൾഡ് ഹൈബ്രിഡ് വെൽഡിംഗ്, ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലേസർ ബീം വെൽഡിംഗ് ആൻഡ് ആർക്ക് വെൽഡിംഗ്. ദെൻ upon the selection of arc welding, it can be TIG welding, MIG welding and plasma arc welding. ഈ മൂന്ന് കോമ്പിനേഷൻ ഓഫ് ഹൈബ്രിഡ് വെൽഡിങ്ങും പോസിബിൾ ആണ്. ഇനി ഇങ്ങനൊരു ഹൈബ്രിഡ് വെൽഡിംഗ് പ്രോസസ്സ് വരാൻ കാരണം, ഇപ്പോൾ ഞാൻ ലേസർ ബീം വെൽഡിംഗ്
ലേസർ ബീം വെൽഡിംഗ് മാത്രം യൂസ് ചെയ്യുവാണെങ്കിൽ, ഇതൊരു വർക്ക് പീസ് എന്ന് വിചാരിക്കട്ടെ, ഞാൻ ഈ വർക്ക് പീസിൽ ലേസർ ബീം വെൽഡിംഗ് മാത്രം യൂസ് ചെയ്യുവാണെങ്കിൽ ഈ വരുന്ന റേഡിയൻ്റ് എനർജി, അതായത് ലേസർ അതൊരു റേഡിയൻ എനർജിയാണ്. ആ റേഡിയൻ എനർജി ഈ വർക്ക് പീസ് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ ഈ വർക്ക് പീസ് പ്രീ ഹീറ്റ് ചെയ്യണം. അതായത് ഈ വർക്ക് പീസിൻ്റെ സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ സർഫസ് ടെമ്പറേച്ചർ കൂട്ടിയെങ്കിൽ മാത്രമേ ഈ വരുന്ന ലേസർ ബീം എല്ലാം കറക്റ്റായിട്ട് ഈ സർഫസ് അബ്സോർബ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യേണ്ട കാരണം കൊണ്ട് തന്നെ ഞാൻ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ലേസർ ബീംസ് യൂസ് ചെയ്യണം. അപ്പോൾ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ലേസർ ബീംസ് യൂസ് ചെയ്യേണ്ട കേസാണ്. അതിൽ സം എമൗണ്ട് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ദി സർഫസ് എനർജി ഓഫ് ദി സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദി വർക്ക് പീസ്. ദെൻ അതർ പാർട്ട് ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് പർപ്പസ്. അപ്പോൾ കൊടുക്കുന്ന ലേസർ ബീമിൽ ഒരു വലിയൊരു ഭാഗം തന്നെ പോകുന്നത് ഈ സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എന്താണ്, എനിക്ക് അവിടെ യൂസ് ചെയ്യുന്ന ലേസറിൻ്റെ എമൗണ്ട് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഈ സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ലേസറിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് കൊണ്ട് ഈ സർഫസിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മതി, എന്നിട്ട് ലേസർ യൂസ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ലേസറിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. ആ ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ലേസർ ഹൈബ്രിഡ് വെൽഡിങ്ങിൽ. ഒരു വർക്ക് പീസ് എടുത്താൽ അതിൻ്റെ സർഫസിൽ ആദ്യമേ ആർക്ക് വെൽഡിങ് നടത്തും. അതായത് ആർക്ക് കൊണ്ട് ഹീറ്റ് ചെയ്യും. ഇപ്പോൾ തിഗ്ഗാകാം, മിഗ്ഗാകാം, പ്ലാസ്മ ആർക്കാകാം, എന്തെങ്കിലും ആകാം. അങ്ങനെ എടുക്കുന്ന വർക്ക് പീസിൻ്റെ സർഫസിൽ ആദ്യമേ ആർക്ക് കൊണ്ട് പ്രീ ഹീറ്റ് ചെയ്യും. ഇപ്പോൾ അവിടെ സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി. അങ്ങനെ സർഫസ് ടെമ്പറേച്ചർ അപ് ടു വേപ്പറൈസേഷൻ പോയിന്റ് വരെ ഇൻക്രീസ് ചെയ്യും. വേപ്പറൈസേഷൻ പോയിന്റ് വരെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ വേപ്പറൈസേഷൻ പോയിന്റ് വരെ മെറ്റലിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അവിടെ വേപ്പർ ക്യാവിറ്റി ഉണ്ടാവുകയും എനിക്ക് പിന്നെ ധൈര്യമായിട്ട് ലേസർ ബീം വെൽഡിങ് യൂസ് ചെയ്യാം. സ്മോൾ എമൗണ്ട് ഓഫ് ലേസർ ബീം കൊടുത്താൽ മതി. കൊടുക്കുന്ന ലേസറെല്ലാം കറക്റ്റായിട്ട് തന്നെ ആ വർക്ക് പീസിലോട്ട് അട്രാക്റ്റ് ചെയ്തുകൊള്ളും. അതാണ് ലേസർ ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ലേസർ ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ലേസർ പ്ലസ് ആർക്ക് വെൽഡിംഗ് ആണ്. എടുക്കുന്ന വർക്ക് പീസിനെ ആദ്യമേ ആർക്ക് കൊണ്ട് ഹീറ്റ് ചെയ്യും. ആർക്ക് കൊണ്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം ആണ് ലേസർ വെൽഡിംഗ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരേ വർക്ക് പീസിൽ ആണ് ഞാൻ ആർക്ക് വെൽഡിങ്ങും ലേസർ വെൽഡിങ്ങും യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ ലേസർ ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡ് വെൽഡിംഗ് ഇത്രയേ ഉള്ളൂ. രണ്ട് വെൽഡിങ്ങിൻ്റെ കോമ്പിനേഷനാണ്. എടുക്കുന്ന വർക്ക് പീസിനെ നമ്മൾ ആദ്യമേ ആർക്ക് കൊണ്ട് പ്രീ ഹീറ്റ് ചെയ്യുന്നു. സർഫസ് അപ്പോൾ വേപ്പറൈസേഷൻ ടെമ്പറേച്ചർ വരെ ഇൻക്രീസ് ആകുന്നു. അപ്പോൾ അവിടെ വേപ്പർ ക്യാവിറ്റി ഉണ്ടാകുന്നു. അവിടേക്ക് ഞാൻ ലേസർ കൊണ്ടുവരുന്നു. ഇവിടെ പ്രീ ഹീറ്റ് നടന്നതുകൊണ്ട് തന്നെ ലെസ് എമൗണ്ട് ഓഫ് ലേസർ മതി. കൊടുക്കുന്ന ലേസർ എല്ലാം കറക്റ്റായിട്ട് തന്നെ ഈ മെറ്റലിലോട്ട് അട്രാക്റ്റ് ആയിക്കോളും. അതിനാണ് പ്രീ ഹീറ്റ് ചെയ്തത്, ആർക്ക് കൊണ്ട് പ്രീ ഹീറ്റ് ചെയ്തത്. ഇനി ലേസർ കൊണ്ട് വെൽഡിംഗ് നടത്തും, ലേസർ വെൽഡിംഗ് നടത്തും. ഇതാണ് ലേസർ ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇനിയും ബാക്കി വെൽഡിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ആർക്ക് വെൽഡിങ്ങോ അല്ലെങ്കിൽ ലേസർ വെൽഡിങ്ങോ ഒറ്റയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ എന്ത് കിട്ടും, അഡ്വാൻറ്റേജ് ഇത് രണ്ടുകൂടെ ഒരുമിച്ച് യൂസ് ചെയ്താൽ കിട്ടും. ഇത് രണ്ടുകൂടെ ഒരുമിച്ച് യൂസ് ചെയ്താൽ ഹയർ പെനിട്രേഷൻ റേറ്റ് ആയിരിക്കും, ഗുഡ് ഡെപ്ത് ടു വിഡ്ത്ത് റേഷ്യോ ആയിരിക്കും, പിന്നെ ഹൈ സ്പീഡ് ഓഫ് വെൽഡിങ്ങും ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ലേസർ ബീം വെൽഡിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽസ് അതുപോലെ തന്നെ ഷിപ്പിൻ്റെ മാനുഫാക്ചറിങ്ങിൽ, ഇൻഡസ്ട്രീസിൽ, ഇവിടേക്കാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈബ്രിഡ് വെൽഡിങ് ഇത്രയേ ഉള്ളൂ. രണ്ട് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ കോമ്പിനേഷനാണ് ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ലേസർ ബീമിൻ്റെയും ആർക്ക് വെൽഡിങ്ങിൻ്റെയും കോമ്പിനേഷൻ. ആർക്ക് യൂസ് ചെയ്യുന്നത് തിഗ്ഗാകാം, മിഗ്ഗാകാം, പ്ലാസ്മ ആർക്കാകാം. യൂസ് ചെയ്യുന്ന ആർക്കിനെ ബേസ് ചെയ്തിട്ട് 3 തരത്തിലുള്ള കോമ്പിനേഷൻ പോസിബിൾ ആണ്. നമ്മൾ എടുക്കുന്ന വർക്ക് പീസിനെ ആദ്യമേ ആർക്ക് കൊണ്ട് പ്രീ ഹീറ്റ് ചെയ്യുന്നു, വേപ്പറൈസേഷൻ ടെമ്പറേച്ചർ വരെ, എന്നിട്ട് ലേസർ ബീം അപ്ലൈ ചെയ്യുന്നു. പ്രീ ഹീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ലേസർ എല്ലാം കറക്റ്റായിട്ട് വർക്ക് പീസിലോട്ട് അട്രാക്ട് ചെയ്യും, വെൽഡിങ് പ്രോസസ്സ് നടക്കും.
ഇതാണ് ലേസർ ഹൈബ്രിഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ്: ഹയർ പെനിട്രേഷൻ റേറ്റ്, ഗുഡ് ഡെപ്ത് ടു വിഡ്ത്ത് റേഷ്യോ, ഹൈ സ്പീഡ്. മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഓട്ടോമൊബൈൽസിൽ, ഷിപ്പ് ഇൻഡസ്ട്രി ആൻഡ് അതർ ഇൻഡസ്ട്രീസിലെ.